ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു മാംഗോ പുഡിങ്ങുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളെപ്പോഴും മക്കൾക്ക് മാംഗോ കൊണ്ട് ഒരു സെയിം ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഇത് വെറൈറ്റി ആയിട്ട് ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു മാംഗോ പുഡിങ്. അപ്പോൾ ഇത് വളരെ ഒരു 4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് അറിയുമ്പോഴേക്കും നമ്മൾ തലേന്ന് രാത്രി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു 400 ഗ്രാം മാംഗോ, അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നാരുകളില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ചൈന ഗ്രാസ്, അഗർ എന്നൊക്കെ പറയത്തില്ലേ, അത് വന്നിട്ട് ഒരു 5 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. പിന്നെ വന്നിട്ട് ഒരു 250 ml ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാലെന്നൊക്കെ പറയത്തില്ലേ അത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലൊരു പിഞ്ചോളം ഉപ്പൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാ മാംഗോ പീസസും നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. ഇത് നമ്മളൊരു കുക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഈ മാങ്ങയിലൊക്കെ അഥവാ എന്തെങ്കിലും നാരുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാനായിട്ടാണ്. നമ്മുടെ അരിപ്പയിൽ ആ നാരുകൾ കിടക്കുമല്ലോ, അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അഗറാണ്. നിങ്ങളുടെ കയ്യിൽ അഗർ ഇല്ലെങ്കിൽ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ വാങ്ങാൻ കിട്ടും. ആ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ ഒരു 2 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിലോട്ട് അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ആ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിവിടെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നന്നായിട്ട് കറക്റ്റ് പ്യൂരി കിട്ടിയിട്ടുണ്ട്. ഈ പ്യൂരി നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അഗർ ചൂടാക്കി ഇതിലോട്ട് ഒഴിക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 5 ഗ്രാം ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരണം, നല്ല രീതിക്ക് ലൂസി പരുവായിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വരട്ടെ. ഇതേ സമയം നമ്മൾ അപ്പുറത്തെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാംഗോ പ്യൂരി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഏതാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരണം. ഈ തിളച്ചതിന് ശേഷം നമ്മുടെ ചൈന ഗ്രാസ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് രണ്ടും സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം. മാംഗോ പ്യൂരിയും തിളയ്ക്കണം, ചൈന ഗ്രാസും തിളയ്ക്കണം. ചൈന ഗ്രാസ് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കുന്നത്. നമ്മുടെ അഗർ ഏതാണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ ആ മാംഗോ പ്യൂരി ചൂടായിട്ട് തിളച്ച് വന്ന ആ മാംഗോ പ്യൂരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സ്ട്രെയിൻ ചെയ്ത് വേണം പ്രത്യേകം ഒഴിക്കാനായിട്ട്. അതിലെന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതൊന്ന് അരിപ്പയിൽ കൂടെ പോകാനായിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ചിലർ ഈ മാംഗോ പ്യൂരി ഒന്ന് കുക്ക് ചെയ്യാതെ ജസ്റ്റ് അഗർ ചൂടാക്കി ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ കുക്ക് ചെയ്ത് ഉണ്ടാക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അഗർ ഒഴിച്ച് കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഇതൊന്ന് തിളയ്ക്കണം. ഈ അഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കത്തുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറിയ ചൂടോടുകൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇത് ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് 250 ml കട്ടി തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തേക്കും അകത്തൊക്കെ രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒത്തിരി തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആവും. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടേത് ഏതാണ്ട് നന്നായിട്ട് ചൂടായി
ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലേവറിന് വാനില എസൻസ് ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിത് ഏതാണ്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവ് വാനില എസൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ല, അപ്പോൾ നിങ്ങൾ ഏലക്ക പൊടിച്ചതുണ്ടല്ലോ, അത് നമ്മൾ മാംഗോ പ്യൂരി ചൂടാക്കുമ്പോഴേ ചൂടോടുകൂടി നമുക്ക് അതിലോട്ട് ഏലക്കാപ്പൊടി ഇടാം. ഇത് വാനില എസൻസ് ആയതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് ഒരു പകരുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു 3 ബൗളാണ്, ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് ഇതാണോ അല്ലെങ്കിൽ പരന്ന ഏതെങ്കിലും പാത്രം അതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാത്രം ഉള്ളത് ആ പാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് ഒരു 1/4 അളവിന് മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്, ഫ്രീസറിലല്ല. അപ്പോൾ ഇത് കറക്റ്റായ ലിഡ് കൊണ്ട് അല്ലെങ്കിൽ ഫോയിലിംഗ് പേപ്പറോ അല്ലെങ്കിൽ റാപ്പിംഗ് പേപ്പറോ ഇട്ടിട്ട് അടച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കൂ. ഇത് ഓവർനൈറ്റാണ് സെറ്റ് ചെയ്യാൻ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വേണം. ഇത് നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നെ മാംഗോസ് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ട്സ് എടുക്കാം. പുളിപ്പുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം എടുക്കുക. ഗ്രേപ്സും അല്ലെങ്കിൽ സ്ട്രോബെറി ഇങ്ങനത്തെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മാംഗോ പുഡിങ്ങിൻ്റെ കൂടെ കുറച്ച് ആ ഫ്രൂട്ട്സ് പുളിപ്പുള്ള ഫ്രൂട്ട്സും കൂടെ എടുത്ത് കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ബൗൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബൗൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാതെ വച്ചിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ അതൊന്ന് ഇളക്കി ഒന്ന് കാണിച്ചു തരാനാണ്. പുഡിങ്ങിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ട് നമുക്ക് സൈഡിലെല്ലാം ഒന്ന് ചുറ്റിച്ച് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. നമ്മുടെ പുഡിങ് നമുക്ക് അതിലേക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ പുഡിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മാംഗോസും കുറച്ച് ചെറിയും വെച്ചിട്ട്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഡെക്കറേഷന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരം, കറക്റ്റ് മധുരത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ആണ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.